ഇന്റെ പാസ്പോർട്ട് ഇവിടെ വെച്ചിരുന്നല്ലോ അതെവിടെ? ഒരു സാധനങ്ങൾ ഒരുക്കിയിട്ടില്ലാന്ന്. ഞാൻ പോകാൻ നേരത്തെ കാരണം നോക്കേ, ഇതിന്റെ പാസ്പോർട്ട് ഏറ്റവും കണ്ടിരുന്നോ? നിങ്ങളെ പാസ്പോർട്ട് നോക്കിയാൽ എന്റെ പണി. ഞാൻ എന്നോട് ചോദിച്ചിട്ടില്ല, ഒന്നും പറഞ്ഞിട്ടില്ല. പിന്നെ എന്നോട് ചേർക്കാൻ വരണോ? ഈ പരീത പ്രശ്നം തീരില്ലേ റബ്ബേ? ഇവിടെ ഉണ്ട് കിട്ടിക്കണു. ഞാൻ ആ ബെസ്റ്റപ്പാട്ടിൽ എവിടേക്കാ കൊണ്ടുവച്ചു എന്നൊരു പുറത്തല്ലേ. അതൊക്കെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്റെ ഭാഗത്തേക്കല്ല വിടുക. അതിന് കുട്ടിയെ ഞാൻ ഈ പാസ്പോർട്ട് കണ്ടുകൊണ്ടെന്നല്ലേ ചോദിച്ചിട്ടുള്ളൂ. സാധനം കിട്ടിയാലോ ഇനി ആ പ്രശ്നം വിട്ടാളാ. ഇവിടെ തേങ്ങ സാധനം പോയില്ല എന്റെ ഭാഗത്തേക്ക് എന്തിനാ? കുട്ടി ആൾക്കാർക്കാവും. ആ കാണേ ഞാൻ എന്റെ ആവശ്യത്തിന് കുറച്ച് പൈസ വെച്ചപ്പോ നിങ്ങളുടെ അടുത്ത് 10 പൈസ എടുക്കാല്ലേ അല്ലേ? നിങ്ങൾക്ക് ഉറക്ക് കിട്ടൂല, നിങ്ങൾ ഉമ്മറക്ക് പോകൂല. ഒന്നിനു വന്നാണി ഇപ്പൊ പോവാ. ഞാൻ അവിടെ പോയിക്കാണ്ട് ഞാൻ നിങ്ങളെ കാട്ടിന്ന് മറ്റേക്കാക്കിന്ന് പോയി പറഞ്ഞു കൊടുത്തോ. എന്റെ സ്വഭാവം ശരിക്കും നിങ്ങളുണ്ടായിരുന്നു. ഇവിടെ വരിച്ചൊരു കാര്യം ഇങ്ങോട്ട് ചോദിക്കാണ്ട്, എന്താ അവിടെ പ്രശ്നം? ഹേയ്, അവിടെ ഒന്നുമില്ല. അവിടെ ഞാൻ പോയി വരുമ്പോ ഓരോ സാധനം കൊണ്ടുവരാൻ വേണ്ടിട്ടേ അതിന് പറയാണ്. നിങ്ങൾക്ക് എന്തിന്റെ കേടാ കോയക്ക? നിങ്ങൾ നാട്ടുകാർ മുഴുവൻ ഉമ്രക്ക് പോകാന്ന് പറഞ്ഞ ആയാസ് ഗോൾഡിന് നറുക്കെടുപ്പ് ഇന്നല്ലേ, അത് കിട്ടിയാലേ നിങ്ങൾക്ക് പോകാൻ പറ്റുള്ളൂ. ഇജ്ജ് കണ്ടുമുത്തോ അള്ളാന്റെ വിധിണ്ടെന്നുണ്ടെങ്കിൽ അത് എനിക്കെന്നെ കാരണം. അപ്പൊ നിങ്ങളെന്താണ് ഉറപ്പിച്ചിക്ക? എന്റെ മനസ്സിൽ ചെറിയൊരു ഉറപ്പുണ്ട്. ആയിക്കോട്ടെ, വൈകിട്ടല്ലേ നറുക്കെടുപ്പ്, നമുക്ക് അവിടെ കാണാം. നജീബേ എന്താ ഞാൻ കുറച്ച് വെക്കേ. നറുക്കെടുപ്പ് കഴിഞ്ഞോ? കോയക്ക ഒന്നും കിട്ടുവരും, എനിക്കൊരു കാര്യം പറയണ്ട. എന്തേ? കോയക്ക നറുക്കെടുപ്പ് കഴിഞ്ഞു, പക്ഷെ നിങ്ങൾക്കല്ല കിട്ടിയത്, അത് വേറൊരാൾക്ക് കിട്ടിയത്. ഞാനാണെങ്കിൽ നാട്ടുകാരോട് മുഴുവൻ പറഞ്ഞു ചെയ്തു. അല്ല ഞാൻ നജീബേ, ഉംറയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടുന്ന് ഒരു വിളി വരാണ്ട്. അതിനുള്ള നേരെ ഞമ്മക്ക് ആയിട്ടില്ല. അതാ മനസ്സിരുന്ന സങ്കടം നജീബേ. പോകല്ലേ, ഒരു കാര്യം പറയാണ്ട്, നറുക്കെടുപ്പിൽ കിട്ടിയ ആള് കൂടെ ഇങ്ങളെയും കൂടെ ഉമ്രക്ക് കൊണ്ടുപോകാനുള്ള പ്ലാനിങ് അവിടെ നടക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്റെ പ്രാർത്ഥനയിൽ എന്നും ഈ ആയാസ്കോളുണ്ടാവും, ഉറപ്പാ. ചങ്കള നമ്മളിപ്പോൾ ഉള്ളത് മണ്ണാർക്കാടുള്ള അയാസ് ഗോൾഡിലാണ് കേട്ടോ. അയാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഒരു പുതിയ വലിയ ഷോറൂം ഈ വരുന്ന ഏപ്രിൽ 11-ാം തീയതി തുറന്ന് പ്രവർത്തനം ആരംഭിക്കാണ് കേട്ടോ. ലൈറ്റ് വെയിറ്റിന്റെ ഒരുപാട് കളക്ഷൻ ആയിട്ട് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. അപ്പൊ ഇനാഗുറേഷന്റെ ഭാഗമായിട്ട് 11-ാം തീയതി മുതൽ 14-ാം തീയതി വരെ പണിക്കൂലി 1.9% മുതലാട്ടോ കൊടുക്കുന്നത്. അത് മാത്രമല്ല ബമ്പർ സമ്മാനമായിട്ട് ഒരു ഇലക്ട്രിക് സ്കൂട്ടറും കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മളെ പുതിയ അയാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ലൊക്കേഷൻ വരുന്നത് മണ്ണാർക്കാട് കോടതി പടിക്കൽ സ്മാർട്ട് ബസാറിന്റെ നേരെ ഓപ്പോസിറ്റ്.